ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മളുടേതായിട്ടുള്ള ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പീനട്ട് ചട്നിയുടെ റെസിപ്പിയാണ്. ദോശയ്ക്കൊപ്പം ഇഡ്ലിക്കൊപ്പം ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പീസി റെസിപ്പിയാണിത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് നമ്മളുടെ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി ചേർത്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കപ്പലണ്ടിയൊക്കെ ഒന്ന് പൊട്ടുന്ന ഒരു ശബ്ദമൊക്കെ വരും. അപ്പം ആ ഒരു പരുവ് എത്തുന്നിടം വരെ നമുക്ക് കപ്പലണ്ടി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് തീയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിത് തീയിൽ നിന്നും മാറ്റാം. ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചട്നിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റൊന്നും കിട്ടത്തില്ല. ഇതിൻ്റെ തൊലി വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ തൊലിയോട് കൂടെ തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ചട്നി അരയ്ക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ കപ്പലണ്ടി ഒന്ന് ചേർത്ത് കൊടുക്കാം. തൊലിയോട് കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തൊലി വേണ്ടാത്തവർക്ക് റിമൂവ് ചെയ്യാവേ. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 4-5 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളി ഒരു 4-5 എണ്ണമെങ്കിലും ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് എരിവിന് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം നമ്മളുടെ വാളംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചട്നി അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. നല്ല ഫൈൻ പേസ്റ്റ് പോലെ തന്നെ നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അരച്ച മിശ്രിതം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും തന്നെയാണ്. എൻ്റെ ഇല്ലാഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ദോശയ്ക്കൊപ്പം ഇഡ്ലിക്കൊപ്പം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഈ പീനട്ട് ചമ്മന്തി. അപ്പം ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേറൊരു ദിവസം ഉടനെ കാണാം. അതുവരേക്കും ബൈ.